കുടുംബങ്ങളെ അവർ നിരാകരിക്കും. കേവലം വോട്ട് ബാങ്ക് ആയിക്കൊണ്ട് തങ്ങളുടെ കുടുംബങ്ങളെ മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ ജനപരപ്പരത്തിന് വേണ്ടി യന്ത്രങ്ങളാക്കി കൃഷിയിടങ്ങളാക്കി മാറ്റാൻ തന്റെ പെൺകുട്ടികളെ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സമൂഹം വരുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. അത് ഈ പറയുന്ന ക്രിസ്ത്യാനി സാധാരണ ജനങ്ങളിലാണ് മാറ്റം വരുന്നത്. അതിനെ മറയ്ക്കാൻ വേണ്ടി പള്ളിമേടകളിൽ പോയി ബിഷപ്പുമാരുടെയും മറ്റും കൈമുത്തിയാലൊന്നും കാര്യം നടക്കില്ല. ലോകം മുഴുവൻ ഒരു വിഭാഗത്തെ സംശയത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ ആ സംശയ ദൂരീകരണത്തിന് പോകണം കുഞ്ഞാലിക്കുട്ടി. ശബ്ദിക്കണം, വേണ്ടേ? കുഞ്ഞാലിക്കുട്ടി പറയണം, പാടില്ല, മതം മാറ്റം പാടില്ല. 1921 ആയിരക്കണക്കിന് പേരെ മതം മാറ്റിയതിന്റെ പേരിലാണ് ഇന്നും ആ സമൂഹം ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. അത് സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല. സ്വാതന്ത്ര്യ സമരമായിരുന്നെങ്കിൽ മതം മാറ്റലുണ്ടാവണോ? ആയിരക്കണക്കിന് പേരെ മതം മാറ്റി എന്നുള്ളത്. അപ്പോ ആ 1921 ചരിത്രത്തെ കരിതേച്ച് ചില ആൾക്കാരെ വെള്ള പൂശി പുറത്തിറക്കി. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്നത്. ഇല്ല, നമ്മൾ മുണ്ടുമായിരുന്നോ? നമുക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ 1921 വീണ്ടും ഉണ്ടാക്കണമെന്ന്? ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ അണ്ണാക്കിലേക്കിട്ട് കോലിട്ട് കുത്തി 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 ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്, സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ തിരിച്ചറിയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇടതും വലതും അവരെ ഒക്കത്തി വെച്ച് പാല് കൊടുക്കുന്ന ഒരാള് ജമാഅത്തെ ഇസ്ലാമിയെ പാല് കൊടുക്കുമ്പോൾ മറ്റൊരാള് മറ്റേ SDPIനെ പാല് കൊടുക്കുന്നു. ഇതേ വ്യത്യാസമുള്ളൂ. തീവ്രവാദികളെ പങ്കിട്ടെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ആ തീവ്രവാദികളെ പങ്കിട്ടെടുക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയത്തിന് മറ്റൊരു സ്വഭാവം വരും. ഇപ്രാവശ്യത്തെ രാഷ്ട്രീയത്തിന്റെ ഇടതുപക്ഷത്തിന്റെ വിജയം എങ്ങനെയാണെന്ന് ഇവിടുത്തെ ഏത് കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ അറിയാം. ആരുടെ വോട്ട് കൊണ്ടാണ് CPM ജയിച്ചതെന്ന്. കുറെ വോട്ട് വിട്ടുമാറ്റിയിട്ടും മറ്റ് ചില ആളുകളുടെ ഈ പറഞ്ഞ ഭീകര പ്രസ്ഥാനങ്ങളുടെ കൂട്ടുപിടിച്ചിട്ടും തന്നെയാണ് CPM ജയിച്ചത്. അല്ലാതെ വോട്ട് കൊണ്ടല്ല ജയിച്ചത്, അവരുടെ നന്മ കൊണ്ടുമല്ല ജയിച്ചത്. ശരിയായ വർഗീയ കളി കളിച്ചിട്ടാണ് ജയിച്ചതെന്ന് ഇവിടുത്തെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും സഹാക്കളെ അറിയാം. നമ്മൾ നിസ്സഹായരാണ് ഈ കളിക്കടയിൽ. പക്ഷെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റം ഉണ്ടാകുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ മാറ്റമൊന്നുമല്ല, വലിയ മാറ്റം. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ഈ മാറ്റത്തിന്റെ ഗതിവേഗം എങ്ങനെ കൂടും എന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ രാഷ്ട്രീയം പറയല്ല. BJPയുടെ നേതൃത്വം നന്നായി മെനക്കെട്ട് കഴിഞ്ഞാൽ 20% മേലെ വോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ 18% അല്ല, 20-നും 25-നും ഇടയ്ക്കും ശതമാനത്തിന് വോട്ട് വന്ന് നിൽക്കേണ്ടെന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. നമ്മുടെ ഭാഗത്ത് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. നമ്മളതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ 1921 കുറിച്ച് മാത്രം ചർച്ച ചെയ്യുക. അതിനിടയ്ക്ക് ഇത്ര കാര്യങ്ങൾ പൊതുവായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരുടെ ചെറിയ മാറ്റങ്ങൾ വന്നാൽ ദൈവമേ എന്ന് ചിന്തിക്കാൻ നമുക്ക്. അതിനുവേണ്ടിയാണ് ശബ്ദം ഉയർത്തുന്നത്, അതിനുവേണ്ടിയാണ് സിനിമ ഉണ്ടാക്കുന്നത്. സമൂഹത്തിൽ മാറ്റം വരണം. അപ്പം നമ്മൾ ആ തുടങ്ങി വെച്ച സമരം, ആ പോർമുഖം, സാംസ്കാരിക പോർമുഖം നമ്മൾ സംഘികൾക്ക് ഉണ്ടായിരുന്നില്ല. സംഘികൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. സിനിമയോ നാടകങ്ങളോ കഥാപ്രസംഗങ്ങളോ ഒന്നും സംഘികളുടേതല്ല. അതിനെ അവർ ഉപയോഗിച്ചിട്ടുമില്ല. ഒരുപക്ഷെ അത്തരത്തിൽ ഈ പറയുന്ന കലാമാധ്യമം വലിയൊരു സംഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും മമധർമ്മ. സുഡാപ്പികൾ എപ്പോഴും മാമധർമ്മ, ഇവർക്ക് വായിക്കാൻ അറിയില്ല.
ഇവരെ വീട്ടിലെ തൊഴിലാണ് എന്നുള്ള കാരണം ഇവർക്ക് മലയാള അക്ഷരങ്ങൾ വളരെ കുറവാണ്, പഠിച്ചിട്ടില്ല. അതുകൊണ്ട് മാമാധർമ്മ സ്വന്തം വീട്ടിലെ തൊഴിലാണ് മാമ. ഈ മാമാപ്പടി സ്വന്തമാക്കിയിട്ടുള്ളവരൊക്കെ അവനിത് വായിക്കുമ്പോൾ മാമ മാമ എന്നാ വായിക്കുള്ളൂ. മാമ എന്നറിയില്ല, എന്താണ് അർത്ഥം അറിയില്ല. മാമ ധർമ്മത്തിന് പിന്നെ അറിയില്ലോ, അവരുടെ ധർമ്മം തന്നെ അയ്യാ മാ, അതാണ് ധർമ്മം. മമ ധർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ധർമ്മം എന്നുള്ള. ഇതിൻ്റെ എൻ്റെ മുമ്പിലിരിക്കുന്നവരൊക്കെ എൻ്റെ ധർമ്മം ചെയ്യുന്നവരാണ്, അവനവൻ്റെ ധർമ്മം ചെയ്യുന്നവരാണ്. ആ അവനവൻ്റെ ധർമ്മത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അത് മുന്നോട്ട് പോകുന്നത്, അത് ഗംഭീരമായിട്ട് വിജയിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ട്രോളുകൾ വരട്ടെ, ശത്രുക്കൾ വരട്ടെ, അതിനൊക്കെ നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നേരിടാം. പറയേണ്ടത് മുഖത്ത് നോക്കി പറയാം. എല്ലാവരുടെ സഹകരണം ഇനിയും വേണം. 30-ാം തീയതിക്ക് ശേഷമേ കണക്കിടുകയുള്ളൂ. കാരണം ഇപ്പോൾ പണ്ടത്തെ മാതിരി നേരെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ഇടാൻ കഴിയില്ല. കാരണം ചിലവായത് ഇപ്പോൾ വന്നതും അതിൽ നിന്ന് എടുത്തതും ചിലവായതും കൂട്ടിയിട്ടാണ് ടോട്ടൽ എത്ര വരും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ദൈനംദിന ചിലവുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓരോ മാസവും ഇത് കണക്ക് കൂട്ടിയിട്ട് എല്ലാം കൂടി 2 അക്കൗണ്ടിലുള്ള വന്നതും കൂട്ടിയിട്ട് വേണം കണക്കിടാൻ. അപ്പം ദിവസവും കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യം ഇനിയില്ല. കൃത്യമായിട്ട് നമുക്ക് ഇടവേളകളിൽ കണക്ക് എഴുതിക്കൂട്ടി കൃത്യമായിട്ട് കണക്ക് ബോധ്യപ്പെടുത്തും. കാര്യമായിട്ട് മേലോട്ട് വന്നിട്ടില്ല. നമ്മുടെ 1 കോടി കഴിഞ്ഞിട്ട് വലിയ തുകകളൊന്നും വന്നിട്ടില്ല. എനിക്കും ആ ഭാഗത്തേക്ക് ഞാൻ അറിയാലോ, ഞാൻ ലൈവിൽ വന്നാൽ 4 ദിവസത്തേക്ക് കാശ് വരും, ഇല്ലെങ്കിലോ നിങ്ങൾ മറക്കും. ഇപ്പോൾ പിന്നെ സുഡാപ്പികൾ ദിവസവും മമധർമ്മയെ മറക്കല്ലേ എന്ന് പോസ്റ്റ് ഇടുന്നത് കൊണ്ട് ജനങ്ങൾ ഓർത്തിട്ട് പണം അയക്കുന്നുണ്ട്, കുറച്ചാണെങ്കിലും അയക്കുന്നുണ്ട്. അപ്പോൾ സുഡാപ്പികൾ അത് തുടരണം. മമധർമ്മ മറക്കല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഇടണം, എൻ്റെ ട്രോൾ ഇടണം. ഈ സിനിമയെക്കുറിച്ചുള്ള നെഗറ്റീവ് ആസ്പെക്റ്റുകൾ ഹൈന്ദവ നാമത്തിൽ തന്നെ ഇടണം, എന്നാലേ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇവരൊക്കെ അച്ഛനില്ലാത്തവരാണ്. ഓരോ ദിവസവും ഓരോ അച്ഛനാണ്. ഇന്ന് അബൂബക്കറായിരിക്കും, നാളെ ഔസേപ്പായിരിക്കും, മറ്റന്നാൾ കൃഷ്ണൻ പോറ്റിയായിരിക്കും, അതിൻ്റെ അപ്പുറത്ത് വേറെന്തെങ്കിലും ആയിരിക്കും. ദിവസവും അച്ഛനെ മാറ്റുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ നമുക്ക് പുറത്ത് പറയാൻ മടിയുള്ള പേരുകളുള്ള ആൾക്കാരുമുണ്ട്, മാലിന്യങ്ങളുടെ പേര്. അപ്പോൾ അവർ ഇങ്ങനെ പോകട്ടെ, നമുക്ക് നേരെ ഇങ്ങനെയും പോകാം. എല്ലാവരും കൂടെ ഉണ്ടാവണം. ശാരീരികമായിട്ട് നല്ല ക്ഷീണമുണ്ട്. നിരന്തരമായിട്ടുള്ള എഴുത്തും ഉറക്ക ഒഴിക്കലും. ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. അപ്പം പഞ്ചസാരയുടെ തോത് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അത് കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഷുഗറുള്ളവർക്കറിയാം, നല്ല ക്ഷീണമുണ്ടാകും. ആ ഒരു ക്ഷീണമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. കാരണം ഇതൊരു ടെൻഷൻ പിടിച്ച പണിയാണ്, അറിയാലോ. എഴുത്തും അതിൻ്റെ കൂടെ ആർട്ടിൻ്റെ കാര്യങ്ങളും. കാരണം ഇത് കാലഘട്ടമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും എൻ്റെ ഒരു ശ്രദ്ധയുടെ ആവശ്യമുണ്ട്. ഇന്ന പോലെ. അപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ലോഡ് കൂടുതലുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആർട്ട് ഡയറക്ടർക്കാണെങ്കിൽ കോവിഡ് ബാധിച്ചു. അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം ഇപ്പോൾ ഉണ്ട്. ഒരാഴ്ചയായിട്ട് അദ്ദേഹം രംഗത്തില്ല. പിന്നെ യാത്രയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ട്, കോവിഡ് ആയത് കാരണം ഉണ്ടാവുന്ന ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. കാറും കൊണ്ട് തന്നെ എല്ലായിടത്തും. മറ്റാണെങ്കിൽ എനിക്ക് ട്രെയിനിലോ മറ്റോ പോകാമായിരുന്നു, ഇപ്പോൾ പറ്റില്ല. കാറും കൊണ്ട് തന്നെ യാത്ര ചെയ്യണം. മദ്രാസ് വരെ പോയി. മദ്രാസിൽ 2 ദിവസം അരച്ചിലും എല്ലാം കൂടി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരു പകുതി പരിവാകും. അപ്പോൾ ജനുവരി ആദ്യ വാരത്തോടുകൂടി മറ്റെല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് പൂർണ്ണമായിട്ടും സിനിമയുടെ ഷൂട്ടിങ്ങിലേക്കുള്ള യാത്രയിലേക്കാവും. അതേപോലെ ഇതുവരെ അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്നറിയിച്ച വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതിന് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ കോവിഡ് കാലഘട്ടമായതുകൊണ്ടാണ് ഒരു അഭിമുഖത്തിന് വിളിക്കാൻ സാധിക്കാത്തത്. അപ്പോൾ കുറച്ച് ജനുവരി അവസാനത്തോടു കൂടിയേ അവരെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുകയുള്ളൂ. ഒരിക്കൽ കൂടി നേരത്തെ പറഞ്ഞതുപോലെ പെട്രോമാക്സ്, വിളക്കുകൾ, പഴയ സാധനങ്ങൾ ഒക്കെ കിട്ടുകയാണെങ്കിൽ മമധർമ്മയ്ക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നവർ അറേഞ്ച് ചെയ്യുക.